ഫ്രണ്ട്സ്, എല്ലാവർക്കും ബീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നല്ലൊരു വെറൈറ്റി ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ ഡ്രൈ മസാല ആണ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പം നമ്മളൊന്നും ഇന്ന് മല്ലിപ്പൊടി മുളക് പൊടികളൊന്നും യൂസ് ചെയ്യുന്നില്ല. മഞ്ഞൾ മാത്രം നമ്മൾ പൊടിയായിട്ടാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് നോക്കിയാൽ ഞാനൊരു 10-20 വറ്റൽമുളകാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്കൊരു 1.25 കിലോ ചിക്കനാണ് ഇതുള്ളത്. അതിന് ഈ എരിവ് മതിയാവും. അപ്പോൾ നമ്മളൊരു 20 വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 സ്പൂണ് മല്ലിയാണിത്, 3 ടേബിൾ സ്പൂണ് മല്ലി. പിന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാനൊരു 5-6 ഏലക്ക, ഒരു 3 ഗ്രാമ്പു. ഇത് ചെറുജീരകമാണ്. ചെറുജീരകം 1/2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ തച്ചോല, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന തച്ചോല എന്ന് പറഞ്ഞ സാധനമാണ്. അതൊരു 3 എണ്ണം, ഒരു 3 കഷ്ണം കറുവാപ്പട്ട, പിന്നെ ഒരു വലിയ സ്പൂണ് പെരുംജീരകം, ഒരു ചെറിയ സ്പൂണ് കുരുമുളക്, പിന്നെ നമ്മളൊരു 2-3 കറുവാട ഇല എടുത്തിട്ടുണ്ട്. കറുവാട എല്ലാം കൂടെ വേണം. ഇത് നമ്മൾ ആദ്യം നല്ലതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. നമുക്ക് ഈ വറ്റൽമുളകൊക്കെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഈ മുഴുവനും മസാലകൾ നമ്മൾ ഒരു കടയിലൊന്ന് ചൂടാക്കി എടുക്കും. പിന്നെ നമ്മളത് നല്ലപോലെ ഒന്ന് പൊടിക്കും. തീരെ പൗഡറാക്കിയല്ല, ചെറു തരിയോടുകൂടി പൊടിച്ചെടുക്കണം. പിന്നെ അതിന് നമുക്കൊരു 3 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 2 തക്കാളിയുണ്ട്. ഇത് നമുക്ക് നീളത്തിൽ അരിഞ്ഞെടുക്കണം. ഒരു 3 വലിയ സവോള, അത് നമ്മളൊന്ന് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞു വെച്ചാൽ മതി. ഇത് നമ്മൾ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്യണം, പിന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു കടായി വെച്ചിട്ട് നമുക്ക് ഈ ഡ്രൈ മസാല എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ എണ്ണയൊന്നും ഒഴിക്കണ്ട. നമുക്ക് ഈ ഡ്രൈ മസാല എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതൊന്ന് പൊടിച്ചെടുക്കണം. എല്ലാ ഗരം മസാല തന്നെ നമ്മൾ ഒന്നിച്ച് ഇതിനകത്തോട്ട് ഇട്ടിരിക്കുകയാണ്, ഒന്നും പൊടി ഇടുന്നില്ല. നമുക്കിതെല്ലാം കൂടി ഒന്നിച്ച് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ കറിയുടെ ടേസ്റ്റുള്ള സാധനം. നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് ചെറുതായിട്ട് ഒരു വറ്റൽമുളകൊക്കെ ഒന്ന് ചൂടായി ഒന്ന് പൊങ്ങി വരുന്ന കാണുമ്പോൾ ആ സമയത്ത് നിർത്താം. ഫുൾ തീയിൽ വെക്കില്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ മസാലയൊക്കെ കണ്ടോ നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വറ്റൽമുളകൊന്നും കരിഞ്ഞു പോകാനിരിക്കില്ല. അപ്പോൾ അത് നമ്മുടെ കറിയുടെ കളർ തന്നെ അങ്ങ് മാറിപ്പോകും. അത് നമ്മൾ ഗ്യാസ് ഓഫാക്കുവാണ്. ഓഫാക്കി ചെറുതായിട്ടൊന്ന് തണുത്തിട്ട് വേണം നമ്മളൊന്ന് പൊടിക്കാൻ. പൊടിക്കുന്ന കൂടത്തിൽ തന്നെ നമ്മൾ കുറച്ചധികം ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ആദ്യം ഒന്ന് പൊടിച്ചിട്ട് അതിൻ്റെ കൂടത്തിൽ നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് ഒന്ന് കറക്കി എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പൊടിക്കൊക്കെ ചെറിയൊരു നനവും കിട്ടും. നമ്മൾ വെള്ളം ഒഴിച്ച് അരയ്ക്കുന്നില്ല. അതുകൊണ്ട് ഇതൊന്ന് തണുത്തിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. മസാലയൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ട്. ഒരുപാട് തണുത്ത് പോവില്ല, പിന്നെ പൊടിയില ചതഞ്ഞിരിക്കും. അപ്പം നമുക്ക് ഈ സമയത്ത് ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിൻ്റെ കൂടത്തിൽ തന്നെയാണ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കുന്നത്. ആദ്യം ഇത് പൊടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടെ കറക്കിയെടുക്കണം. അപ്പം മസാല നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ചെറിയ തരിയോടുകൂടി പൊടിച്ചാൽ മതി, അപ്പടി പൗഡറായി പോകണ്ട. അപ്പോൾ ഇതിൻ്റെ കൂടത്തിൽ നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് ഒന്ന് വെറുതെ ഒന്ന് കറക്കി 2-3 പ്രാവശ്യം എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ മസാലയ്ക്ക് ഒരു ചെറിയ നനവും കിട്ടും. വെള്ളം ഒഴിക്കുന്നില്ല. ഇതും കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പം മസാല നല്ല കറക്റ്റായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കറിയുടെ മെയിൻ ടേസ്റ്റിൻ്റെ ഐറ്റം. അപ്പം നമുക്ക് ഇത് ഇനി നമ്മളൊരു കടായി ഒന്ന് വെച്ചിട്ട് ഒരു 3 സ്പൂൺ എണ്ണ നമ്മൾ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നല്ല ഗോൾഡൻ ബ്രൗണിൽ നമുക്ക് ഈ സവോള വഴറ്റിയെടുക്കണം. അപ്പം നമുക്ക് കടായി ചൂടാക്കി ഇത് വറുക്കാം. അപ്പം എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ സവോള ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് സവോള അങ്ങ് ക്രിസ്പിയായി കിട്ടും. അപ്പോൾ നമുക്കൊരു ഏതെങ്കിലും നമുക്ക് ചിക്കനകത്ത് ഉപ്പിടേണ്ടതല്ല. ഇപ്പോൾ ഒരു ചെറിയതായിട്ടൊന്ന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലത് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്യണം. പിന്നെ വേണം നമുക്ക് ആ മസാല ചേർക്കാൻ. അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ സവോള ഒന്ന് പകുതി മൂപ്പായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മളൊരു 3 പച്ചമുളക്, നല്ല എരിയുള്ള പച്ചമുളകാണ്. അതും കൂടെ ഉള്ളിയുടെ കൂട്ടത്തിൽ നമുക്ക് വഴറ്റിയെടുക്കണം.
ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് ബ്രൗൺ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ മസാല, നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കണം. നമ്മൾ ആദ്യം ഡ്രൈ ആയിട്ടാണ് പൊടിച്ചത്, എണ്ണയൊന്നും ചേർത്തതല്ല. അതുകൊണ്ട് നമുക്ക് ഈ എണ്ണയ്ക്കകത്ത് നല്ലതുപോലെ ഇതൊന്ന് മൂപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടൊമാറ്റോയും ചിക്കനൊക്കെ ഒന്ന് ചേർക്കാം. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾ പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ചിക്കനൊക്കെ നമ്മൾ ആദ്യം കഴുകുമ്പം തന്നെ മഞ്ഞളും ഉപ്പും ഇട്ടൊക്കെ ഒന്ന് നല്ലതുപോലെ കഴുകിയിട്ടാണ് നമ്മൾ സാധാരണ എന്ത് മീറ്റ് ആണെങ്കിലും എടുക്കുന്നത്. അപ്പോൾ ഡ്രൈ മസാല ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മൂത്ത് വരും, ഒരുപാട് സമയം എടുക്കുകയില്ല. പെട്ടെന്ന് തന്നെ മൂത്ത് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ സമയത്ത് ബാക്കിയൊക്കെ ചേർക്കാം. ഇതിനകത്ത് തക്കാളി അരിഞ്ഞത് ചേർക്കാം. പിന്നെ കൂട്ടത്തിൽ നമ്മൾ ചിക്കൻ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും മല്ലിയില കറിവേപ്പില എല്ലാം കൂടി ഇപ്പം തന്നെ നമ്മളിട്ട് നല്ലതുപോലെ ഇളക്കി ഒരു ലിഡ് വെച്ച് മൂടി നമുക്ക് വേവിപ്പിക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മല്ലിയില നമുക്ക് നല്ലതുപോലെ, അത്യാവശ്യം നല്ലതുപോലെ മല്ലിയില ഇട്ട് കൊടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഉള്ളി മൂപ്പിക്കാൻ നേരത്ത് ഉപ്പ് ഇട്ടതാണ്, അത് കാരണം ഒരുപാട് ഉപ്പ് കൂടിപ്പോവല്ലേ. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒരു ലിഡ് വെച്ച് ഒരു അരമണിക്കൂർ എടുക്കാം. നമ്മൾ സ്ലോ ഫ്ലെയിമിലാണ് വേവിക്കാൻ പോകുന്നത്. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളമൊക്കെ നമ്മൾ ചിക്കനകത്തുനിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങുന്നതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യാം. അപ്പം നമുക്ക് കറി ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ സമയത്ത് ആവശ്യമുള്ളവരൊന്ന് നോക്കണം. ചിലർക്ക് കൂടുതൽ എരിവ് വേണ്ടിയവരുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയോ ഇട്ട് കൊടുത്താൽ കുഴപ്പമില്ലായിരിക്കും. ഉപ്പൊക്കെ ഒന്ന് നോക്കണം. അപ്പം വെന്തിട്ടില്ല, നമുക്ക് ഇത്തിരി സമയം കൂടിയും വെക്കണം. അപ്പം നമുക്ക് ചിക്കൻ കറി റെഡിയായോ എന്ന് നോക്കാം. അപ്പം നല്ല കറക്റ്റായിട്ട് ഇരിക്കുവാണ്. അപ്പം നമ്മൾ കൂടുതൽ മസാലയൊന്നും പിന്നെ ചേർത്തിട്ടില്ല. അപ്പം നമ്മളിട്ട അളവൊക്കെ കണക്കാണ്. നമ്മുടെ ഇത്രയും കറിക്ക് വേണ്ടിയിട്ട് എരിവൊന്നും പിന്നെ ചേർക്കേണ്ടി വന്നിട്ടില്ല. നല്ലതുപോലെ വെന്ത് റെഡിയായിരിക്കുവാണ്. നമുക്ക് വേറെ ഒരു നല്ല സെർവിങ് പ്ലേറ്റിലോട്ട് ഇത് മാറ്റാം. അപ്പം നമ്മുടെ ചിക്കൻ ഡ്രൈ മസാല നല്ല റെഡി ആയിട്ടുണ്ട്. ചിക്കനൊക്കെ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റിയാണ്. നമ്മൾ അധികം എപ്പോഴും മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ അല്ലേ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ചോറിനും ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ നല്ല ഒരു കറിയാണ്. അപ്പം നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റൊക്കെ ഒന്ന് അറിയിക്കണം. അപ്പം നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് പിന്നെയും വരാം.